പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും കർത്താവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ സാധിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഈ പ്രഭാതം കണ്ടില്ല. അനേകർ രോഗികളായി, അനേകർ ഭാരത്തിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അനേകർ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അസാധാരണമായ ധൈര്യമാണുള്ളത്. നമുക്കൊരാളുണ്ട്. ദർ ഇസ് എ ഗോഡ് ഹു കെയേഴ്സ് ഫോർ അസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവാണെന്ന് പറഞ്ഞ, എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ, എൻ്റെ ബലഹീനതകൾ അറിയാവുന്ന, എൻ്റെ സ്ട്രെങ്ത് അറിയാവുന്ന, എൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ നല്ലവണ്ണം എന്നെ അറിയാവുന്ന നല്ലൊരു കർത്താവ് എനിക്കുണ്ട്. ബിക്കോസ് ഹീ ഈസ് ദ എൻഡ് ബിഫോർ ദ ബിഗിനിങ്. അവൻ ആരംഭത്തിന് മുമ്പ് അവൻ അവസാനമാണ്, അല്ലേ? അവൻ എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് ഹി നോസ് ദ എൻഡ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണ്, എന്നെ ഞാനായിരിക്കുന്നത് പോലെ തന്നെ പിടികിട്ടുന്ന നല്ലൊരു കർത്താവുണ്ട്. എത്ര മനോഹരമാണ്, അല്ലേ? പ്ലീസ്, അനേകർ അവരുടെ പ്രതിസന്ധികളിൽ അവർ ആർക്കുമില്ല എന്ന് പറയുമ്പോൾ, ഏത് പ്രതിസന്ധിക്കകത്തും എനിക്കൊരാളുണ്ട്. ദർ ഇസ് എ ഗോഡ് ഹു കെയേഴ്സ് ഫോർ മീ. എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട് എന്ന് പറയുന്ന അത്രയും ധൈര്യം ദൈവമക്കളെ വേറെ ഒന്നിനും ഈ ലോകത്തിൽ തരാൻ സാധിക്കത്തില്ല. ആ കർത്താവിൽ ധൈര്യപ്പെട്ട്, കർത്താവിൽ വിശ്വസിച്ച് നോക്ക്, എല്ലാ ബേർഡൻസും, എല്ലാ ഭാരങ്ങളും, ചിന്താകുലങ്ങളും, ആകുലതകളും, ഭയവും, നിരാശയും, ദുഃഖവും, എന്തായിത്തീരുമെന്നുള്ള കാര്യങ്ങളും അതെല്ലാം ആരുടെ കയ്യിൽ കൊടുക്കണം? ഗിവ് ഇറ്റ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ജീസസ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ജീവിതം ഒരു പന്തെറിഞ്ഞു കൊടുക്കുന്നത് പോലെ യേശുവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്താൽ പ്ലീസ്, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ എം എ ടെസ്റ്റിമണി. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം, അന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ നിൽക്കുമ്പോൾ ഷിനായെ കർത്താവ് സൗഖ്യമാക്കി. സോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ ഷിനായെ സൗഖ്യമാക്കി, ഞാൻ ഭീകരമായ കടവാരത്തിൽ കടന്നു പോവുകയാണ്, എൻ്റെ കടം നിനക്ക് മാറ്റാൻ സാധിക്കുമോ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ദേവദാസൻ പറയുകയാണ്, ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്നെ തന്നെ കർത്താവെ നിന്റെ കരങ്ങളിലോട്ട് എറിഞ്ഞു തരികയാണെന്ന് പറഞ്ഞു. ഇന്ന് 27 വർഷം, വി ആർ ഇൻ ടു 28ാമത്തെ വർഷത്തിലോട്ട് പോവുകയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അത്ഭുതമാണ്. ഞാൻ പോലും എൻ്റെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസവും എന്തിനാ പറയുന്നു, ഓരോ നിമിഷവും അതൊരു വിസ്മയമാണ്. ഓരോ ദിവസവും കർത്താവ് തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയത്തോടെ, ഈ വിഷയത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. സോ ഹീ ഈസ് എ ഗോഡ് ഹു കെയേഴ്സ് ഫോർ യു. മറ്റ് ദൈവജനം അപ്പോസ്തല പ്രവൃത്തിയിൽ ഓർപ്പിക്കുന്നത് പോലെ മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ഒറ്റ നാമം, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ. നമ്മൾ ചിലപ്പോൾ മനുഷ്യരെയൊക്കെ ആശ്രയിക്കും, അല്ലേ? മനുഷ്യരെ ആശ്രയിക്കുന്നത് തെറ്റാണെന്ന് പറയത്തില്ല. തെറ്റാണെന്ന് ഞാൻ പറയുന്നു. പൗലോസ് മനുഷ്യരെ ആശ്രയിച്ചിട്ടുണ്ട്. നോക്ക്, തന്നെ കൊല്ലാൻ പതിയിരിപ്പുകാരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, പതിയിരിപ്പുകാരുണ്ട്, എന്നെ ഇവിടുന്ന് പുറത്ത്, അതുകൊണ്ട് ആളെ എൻ്റെ കൂടെ തുണ അയക്കണമെന്ന് പറഞ്ഞ് പൗലോസ് രാജാവിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, പക്ഷേ മനുഷ്യരിൽ മാത്രം ആശ്രയിച്ചു അവർ സഹായിക്കും, ഇവർ കൂടെ കാണും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും നമ്മുടെ കൂടെ, നമ്മുടെ ആവശ്യത്തിൻ്റെ സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അവരാരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. പക്ഷെ ആരൊക്കെ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിലും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ കാണുമെന്ന് പറഞ്ഞാൽ ആ കർത്താവ് നിശ്ചയമായിട്ടും കൂടെ കാണും.
സോ പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ജീസസ്. ആ കർത്താവിൽ നിങ്ങളുടെ ആശ്രയവും കർത്താവ് നിങ്ങളുടെ വിശ്രമ സ്ഥലമായി മാറട്ടെ. യോഹന്നാൻ യേശുവിനെ മാറിൽ ചാരിയതുപോലെ ആ കർത്താവിൻ്റെ മാറിലോട്ട് ഒന്ന് ചാരിക്കേ, ആ തല അങ്ങോട്ടൊന്ന് വെച്ച് കർത്താവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ എനിക്കും നിങ്ങൾക്കും സാധിക്കും. എന്നെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ഞാൻ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും അതിൽ നിന്ന് എന്നെ പുറത്തെടുക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും. സോ ഈ ദിവസം നമ്മൾ ആരംഭിക്കുമ്പം ആ കർത്താവിൽ നമ്മുടെ അങ്ങനെ അങ്ങ് കൊടുത്ത് ഒരു സമർപ്പണത്തോടെ അങ്ങനെ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ യു വിൽ സീ മൈറ്റി തിങ്സ്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന കാര്യം യൂട്ടിലൈസിങ് ദ ഫസ്റ്റ് മിനിറ്റ് ഓഫ് യുവർ ഡേ. നമ്മുടെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ആദ്യത്തെ നിമിഷം തന്നെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന കാര്യമാണ്. എനിക്ക് ഇന്നലെ ചിരി വന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈ 2 ദിവസമായിട്ട് ഈ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഫോണിലോട്ട് പോകരുത്, ആ ഫോണിലോട്ട് പോകരുത്. ആദ്യം കർത്താവിന് സ്തോത്രം ചെയ്തു വേണം ആദ്യം ആരംഭിക്കുന്നത്. ആദ്യം ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോണ്ടിക്കൊണ്ടിരിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ്. ഇന്നലെ രാവിലെ ആ ലൈവ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ അങ്ങ് അടിച്ചു പോയി. അതിൻ്റെ സ്ക്രീൻ അത് കംപ്ലൈൻ്റ് ആയി. ഞാൻ പറഞ്ഞത് കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പറഞ്ഞ നമ്മുടെ വാക്കിന്റെ പവറാണ് കേട്ടോ. നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചോണം, ഇറ്റ് വിൽ ഹാപ്പൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളവരാണ് ദൈവമക്കൾ. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ കർത്താവ് ഒരു വാക്ക് പറയുന്നത് പോലെയാണ്. കർത്താവിന് പകരക്കാരായിട്ട് ഈ ഭൂമിയിൽ കർത്താവ് എന്നെയും നിങ്ങളെയും കർത്താവ് ആക്കിയിരിക്കുകയാണ്. പ്രൈസ് നോക്ക്, വി ആർ ഹിയർ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. ദൈവത്തിന് പകരക്കാരായിട്ട് നിന്ന് സ്വർഗത്തിന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ ആണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അനുവദിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ നാവിനെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ അധികം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്ത് വേണം. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്തൊരു നെഗറ്റീവ് വേർഡും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട് പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് എൻ്റെ ഉള്ളിലോട്ട് വന്നത്. നോക്ക്, നമ്മുടെ ആദ്യത്തെ മിനിറ്റ് ഇറ്റ് ഈസ് എ ഗോൾഡൻ മിനിറ്റ് ഓഫ് ദ ഡേ. നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായി ചിന്തിച്ചത്. ഇന്ന് മൂന്നാമതൊരു കാര്യം കൂടെ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന്, സ്റ്റാർട്ട് വിത്ത് പ്രൈസസ്. കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവെ, ഈ ദിവസം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ, നന്ദി പറഞ്ഞൊന്നു പറയും. യു വിൽ എൻ്റർ ദ ഹെവൻലീസ്. നിങ്ങൾ ഭയങ്കരമായി ഈ റോക്കറ്റൊക്കെ നോക്ക്, ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പൊങ്ങി ഉയരുന്നത് പോലെ, ആ ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്ത് അത് മേളിലോട്ട് കുതിക്കുന്നത് പോലെ ഞാൻ പറയാം, ഒരു ദിവസം സ്തോത്രത്തോടെ ആരംഭിക്കുമ്പോൾ അസാധാരണമായ ചില കുതിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ഉയരുകയാണ്, നിങ്ങൾ സ്വർഗത്തോളം ഉയരുകയാണ്, സ്വർഗീയ തലങ്ങളിലോട്ട് എടുക്കപ്പെടുകയാണ്. ആൻഡ് ദ ഹോൾ ഡേ യു വിൽ സീ ദ ഫേവർ ഓഫ് ഗോഡ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് സ്പീക്ക് വാട്ട് യു വാണ്ട് ടു ഡിക്ലെയർ വാട്ട് യു വാണ്ട് ടു സീ. എന്തൊക്കെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് മുഴുവൻ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അത് മുഴുവൻ വിളിച്ചു പറയണം. അതായിരിക്കണം, കൺസേൺസ് ആയിരിക്കരുത് വിളിച്ചു പറയുന്നത്. ഇന്ന് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താകും? ഇന്ന് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് അത്ഭുതകരമായ ചില വഴികൾ അവിടെ തുറന്നിരിക്കുന്നത് കാണും. ഞാൻ ഇന്ന് കർത്താവിൻ്റെ ഫേവർ കാണും. ബ്രേസ്ല ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ കർത്താവിൻ്റെ നന്മ കാണും. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു? ഏത് കൊടുങ്കാറ്റാണെങ്കിലും ആ കൊടുങ്കാറ്റിനെ അനുകൂല കാറ്റാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അതിനാണ് കർത്താവ് നിങ്ങളുടെ നാവ് കർത്താവ് തന്നിരിക്കുന്നത്. അതരത്തിന്റെ ദൈവവചനം പറയാണ്, നിങ്ങളുടെ അതരത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അതരം ജീവനും മരണവും നാവിന്റെ അധികാരത്തിന്മേൽ വെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഞാൻ ഒരു ഫാക്ട് പറയാം, നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഒരു ദിവസം രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണമായിരിക്കും. നമ്മൾ തല പോലും പൊക്കാൻ മേലാത്തതുപോലെ ഉള്ള ക്ഷീണം, ഹെവിനെസ്. അങ്ങനെയുള്ള ക്ഷീണത്തിൽ ഇരിക്കുമ്പം ഇന്നൊരു രക്ഷയില്ല, ഇന്നെനിക്ക് തീരെ മേല എന്ന് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, ആ ദിവസം മുഴുവൻ
ഇല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. ഈ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ ശക്തി. ഞാൻ എൻ്റെ സ്വന്തം ബലത്തിലല്ല ഞാൻ നടക്കുന്നത്. കർത്താവ് എനിക്ക് കൃപ തരും. ഞാൻ എഴുന്നേൽക്കുമ്പോൾ മഹത്വം എൻ്റെ മേൽ ഇറങ്ങും. എഴുന്നേൽക്കുമ്പോൾ ജീവൻ വ്യാപരിക്കും, പുതുബലം എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കും. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഏത് ക്ഷീണമുള്ള അവസ്ഥയാണെങ്കിലും അതിൻ്റെ അകത്ത് അസാധാരണമായ ഒരു ബലം വരുന്നത്, ഒരു ശക്തി നിങ്ങളുടെ മേൽ വരുന്നത്, യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പം ആ നാവാണ് ഡിക്ലെയർ വാട്ട് യു വാണ്ട് ടു സീ. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നതോ അത് വേണം പറയാൻ. അല്ലാതെ അവരെന്നെ സഹായിക്കുന്നില്ല, അവരിങ്ങനെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. ഐ എം സ്പീക്കിംഗ് ടു സമ്മൺ, ആരോടോ ഞാൻ സംസാരിക്കുകയാണ്. അവർ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോകുന്നത്, അവരാണ് അതിൻ്റെ. അവരെ ഇവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിനക്കൊരാളുണ്ടെന്നൊന്ന് പിടികിട്ടിക്ക്. സ്വർഗീയ തലങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചേർച്ചിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ടു സേ ടു ദ ചർച്ച്, ഡോണ്ട് ഇഗ്നോർ പീപ്പിൾ. മനുഷ്യരെ നിങ്ങൾ തള്ളിക്കളയരുത്. മനുഷ്യരെ കണ്ടില്ലെന്ന് ചിലരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് മുഖം കൊടുക്കാതിരിക്കാൻ തലതിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാച്ച് പീപ്പിൾ. ഞാനൊക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ആരാധനയിൽ നിൽക്കുമ്പോഴും കടന്നു വരുന്ന ഓരോരുത്തരുടെയും മുഖം ഞാൻ ശ്രദ്ധിക്കും. ചിലർക്ക് മുഖം കൊടുക്കാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ നോക്കാൻ ഇഷ്ടമില്ല, അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ഇഷ്ടമില്ല, അവരെ നോക്കി ഒരു പ്രൈസ് ദി ലോർഡ് പറയും. നമ്മൾ ഭയങ്കര ദൈവമക്കളാണെന്നാണ് നമ്മൾ, വി കൗണ്ട് അവർ സെൽഫ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷേ ഒരു ദൈവവൈതലിനെ കാണുമ്പോഴത്തേക്ക്, ഒരു ദൈവവൈതലിനെ മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന എത്രയോ പേരുണ്ടല്ലേ. അവരെയൊക്കെ കാണുമ്പോൾ ഒരു മുഖം, എനിക്ക് ഈ ഇംഗ്ലീഷുകാരുടെ സ്വഭാവം, നമ്മൾ ഈ വെളിയിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ ഈ മലയാളി വല്ലാത്ത റിസർവ്ഡ് ആൾക്കാരാ. വെളിയിലൊക്കെ ചെല്ലുമ്പം ഈ ഇംഗ്ലീഷുകാരൊക്കെ, അല്ലെങ്കിൽ പല വെളി രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നിങ്ങൾ ലിഫ്റ്റേ കയറുമ്പോഴത്തേക്ക് അവിടെ ഒരാളുണ്ടെങ്കിൽ they will wait for you. ഞെക്കി അങ്ങ് വിടത്തില്ല. നിങ്ങൾ വരുന്നത് കണ്ടാൽ they will wait for you. ഹായ് അവർ പറയും, ഒരു ഹായ്, ഒരു ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഹൗ ഇസ് യുവർ ഡേ പറയും. നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഗോഡ് ബ്ലെസ് യുവും കൂടെ ചേർത്തു. ബ്രിങ് ഗോഡ് ഇൻ ടു ഇറ്റ്. ഞാൻ അവർ ഇറങ്ങുന്ന സമയത്ത് പറയാം, ഗോഡ് ബ്ലെസ് യു, ഹാവ് എ വണ്ടർഫുൾ ഡേ എന്ന് പറയും. ചിലരൊക്കെ തിരിഞ്ഞു നിന്ന് എന്നെ നോക്കി ചിരിക്കും. അന്നേരം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ആസ്വദിക്കും കേട്ടോ. പ്രൈസ്. സോ ഞാൻ പറഞ്ഞത്, പ്രൈസ്, നമുക്ക് ഇഷ്ടമില്ലാത്തവരെയും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്നറിയാവോ? നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല കാര്യം കർത്താവ് ഇഗ്നോർ ചെയ്തിട്ടില്ലെന്നറിയാവോ? നമ്മൾ മുഖം തിരിച്ചു പോകുന്ന പലരുടെ അടുത്തും ദൈവം മുഖം തിരിച്ചിട്ടില്ലെന്നറിയാവോ? അങ്ങനെ അറിയുമ്പോൾ നമുക്ക് ആരെയും ഒരാളെ പോലും തള്ളിക്കളയരുത്, എളിയവരെ തള്ളിക്കളയരുത്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ചിലപ്പം നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തിയായിരിക്കും, നിങ്ങളെക്കാൾ പണം കുറവായിരിക്കും, നിങ്ങളെക്കാൾ കുടുംബ പാരമ്പര്യം കുറവായിരിക്കും, നിങ്ങളെക്കാൾ പല കാര്യത്തിലും കുറവായിരിക്കും അവർക്ക്. പ്രൈസ്. എന്നാൽ അവരെ ഒന്നും എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. കാരണം ദൈവം അവരെ തള്ളിയിട്ടില്ല. മനുഷ്യർ തള്ളിക്കളയുന്ന ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യർ തള്ളിക്കളയുന്ന ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇത് ലോകത്തിലുമുണ്ട്, വിശ്വാസ സമൂഹത്തിലുമുണ്ട്, ഈ ലോകത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. ഈ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് വേൾഡ് അല്ലേ. ഈ ലോകത്തിലെ തന്നെ ആൾക്കാരല്ല, വേറെ ലോകത്തിൽ. വി ആർ നോട്ട് ഏലിയൻസ്. നമ്മൾ വേറൊരു ലോകത്തിൽ നിന്ന് വന്നതല്ല, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് തന്നെയാണ് വന്നതല്ലേ. അപ്പൊ ഈ ലോകത്തിന്റെ പലതും, ഈ ലോകത്തിന്റെ അഫ്ലിക്ഷൻസ് ഒക്കെ വിടണം. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവരെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആയിരിക്കണം. കാരണം വചനം പറയുകയാണ്, ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. അവരെയാണ് ദൈവമക്കളെന്ന് വിളിക്കുന്നത്. ദൈവമക്കളെന്ന് വിളിക്കുന്നത് ആരെയാണ്? ആത്മാവ് നടത്തുന്നവരെയാണ് ദൈവമക്കളെന്ന്. ഇഫ് യു കൗണ്ട് യു ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ മേക്ക് യു വാക്ക്. ആത്മാവാണോ നിങ്ങളെ നടത്തുന്നത്? അതോ ലോകത്തിന്റെ വാക്കുകളാണോ? അതോ ലോകത്തിന്റെ രീതികളാണോ നിങ്ങളെ നടത്തുന്നത്? ഡോണ്ട് ലീവ് ഇൻ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ സമ്പ്രദായത്തിൽ ജീവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കാൻ, ദൈവരാജ്യത്തിന്റെ പ്രദർശന വസ്തുക്കളായിട്ട് കർത്താവിന്റെ സ്നേഹം അനേകരിലോട്ട്. കർത്താവായിരുന്നെങ്കിലോ
കർത്താവായിരുന്നെങ്കിൽ ആ കല്ലേറ് കിട്ടുന്ന ആ സ്ത്രീയുടെ അടുത്ത് ഹി സ്റ്റൂപ്പ് ഡൗൺ, അല്ലെ, കർത്താവോട് മുട്ടുകുത്തി, അല്ലെ, ഒരു കൊച്ചു കല്ല് പോലും അവിടെ മേത്ത് വീഴാൻ കർത്താവ് സമ്മതിച്ചില്ല. അവളെ കർത്താവ് മുട്ടുമടക്കി അവളുടെ കൂടെ കർത്താവ് ഇരുന്നു. എന്നിട്ട് കർത്താവ് അവളെ തിരുത്തുകയും കൂടെ ചെയ്തു കേട്ടോ. തിരുത്തേണ്ടവരെ തിരുത്താനും മടിക്കരുത്. ചിലയൊക്കെ തിരുത്തുമ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ചെയ്തത് തെറ്റാണ് ബ്രദറെ, സഹോദരി, ഇനി അങ്ങനെ ചെയ്യരുത്, അത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് തിരുത്തുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്കത് പിണക്കമാണ്. ഞാനിത് മാനുഷികമായ സമ്പ്രദായത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്, മനുഷ്യരുടെ സമ്പ്രദായമാണ്. ആ മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ സമ്പ്രദായത്തിനൊത്താണ് ജീവിക്കുന്നത്. ഞാനൊരു സബ്ജക്റ്റിൽ നിന്നൊക്കെ മാറിപ്പോവുക. സോ ഐ നോ ദിസ് ഇസ് ഫോർ സമ്മൺ, ആർക്കൊക്കെയോ വേണ്ടിയാണ്. കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കറക്ഷൻ ആകട്ടോ. നമ്മളെ തന്നെ ഒന്ന് മാറ്റാൻ, നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടാൻ, ചേഞ്ച് അവർ സെൽഫ്. ഓരോ ദിവസവും കർത്താവിൽ പുതുക്കം പ്രാപിച്ച് നമ്മൾ ആരും തികഞ്ഞവരല്ല. പോൾ പറയുന്ന, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ ലഭിച്ചുവെന്നോ തികഞ്ഞുവെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും യേശുക്രിസ്തുവിന്റെ പരമവിളിയിലേക്ക് ഞാൻ ആയിയാണ്. ഐ കറക്റ്റ് മൈസെൽഫ്. നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമ്മൾ ആരെങ്കിലും നമ്മൾ അറ്റൈൻ ചെയ്തെന്ന് വിചാരിക്കുന്നെങ്കിൽ, നമ്മൾ അത് അച്ചീവ് ചെയ്തെന്ന് ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണെന്ന്, നിങ്ങൾ സ്പിരിച്വൽ ആണ്, സ്പിരിച്വൽ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ സൂപ്പർ സ്പിരിച്വൽ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ പ്രൈസ്, ചില വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ട്. കർത്താവ് ഹൃദയങ്ങളിലോട്ട് നോക്കുന്നു. എൻ്റെ ഹൃദയത്തിന്റെ അകം നോക്കുമ്പം ചില കാര്യങ്ങളൊക്കെ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ലെറ്റ് us give into his hands. നമ്മൾ ദിവസം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, എവിടെയൊക്കെ പോവുക. ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് വിത്ത് പ്രൈസസ്, രണ്ട് ഡിക്ലെയർ വാട്ട് യു വാണ്ട് ടു സീ, മൂന്നാമത് ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, you have to venture out, step out. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ അറിയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം, പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഉപവാസത്തോടെ ഉള്ള പ്രാർത്ഥനയുണ്ട്, വിശ്വാസത്തോടുകൂടെ ഉള്ള പ്രാർത്ഥനയുണ്ട്, ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയുടെ പവറിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷെ ആ പ്രാർത്ഥിച്ച കാര്യത്തിൽ ദൈവമക്കൾ സ്റ്റെപ്പ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട്, ആ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വലിയ ഒരു ഉണർവ് സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രൈസ്, വി ആർ കോൾഡ് ടു മേക്ക് ദ റിവൈവൽ ഹാപ്പൻ. അങ്ങനെ ഒരു ആലോചന പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ ആ സ്ഥലത്ത്, ആ പടിഞ്ഞാറൻ മേഖലയിൽ എന്ത് ചെയ്യണം? പോയി പ്രവർത്തിക്കണം. ആ മേഖലയിൽ ഒന്ന് ഇറങ്ങി, അവിടെ പോയി ഒരു ചായക്കട, ഞാൻ ഈ പല മിഷൻസിലും പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ശുശ്രൂഷ ചെയ്യാനും സുവിശേഷത്തിന്റെ ഒരു ആദ്യ വിത്ത് വിതയ്ക്കാനും ഹെവൻലി ഫീസ്റ്റിൽ നിൽക്കുമ്പം അനേക പട്ടണങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും സുവിശേഷത്തിന്റെ ഒരു വിത്ത് വിതയ്ക്കാനും ഒക്കെ പ്രാരംഭത്തിൽ തന്നെ എനിക്ക് പല ഈ കോഴഞ്ചേരിക്കും ഈ ചുറ്റുപാടും ഒക്കെയുള്ള ഏതാണ്ട് 19ഓളം സ്ഥലത്ത് അവിടെയുള്ള മുഴുവൻ ചർച്ചുകളും പ്രൈസ് ഞാൻ പോയി ആദ്യം തുടങ്ങിയ ചർച്ചുകളാണ്. ഞാൻ ചെയ്തു എന്ന് പറയാനല്ല, പലപ്പോഴും ചെയ്തു തന്നെ. അവിടെ പോകും, ഒരു ചായക്കടയിൽ കയറും, ഒരു ചായ കുടിക്കും, അവിടെ എങ്ങാനും വല്ല YMCA ഉണ്ടോന്നോ, ഒരു മീറ്റിംഗ് തുടങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടോന്നോ ഒക്കെ നോക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഗോ ഔട്ട്. ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെഞ്ചർ ഇൻടു, അതിലോട്ട് എന്ത് ചെയ്യണം? എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിലോട്ട് നിങ്ങൾ ചാടണം, അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, അതിലോട്ട് ഇറങ്ങി പുറപ്പെടണം. കർത്താവിന്റെ ശുശ്രൂഷ മുഴുവൻ ശിഷ്യന്മാരെ അയക്കുന്നതാണ്. ഗോ എന്നൊരു വാക്കിലാണ് നിൽക്കുന്നത്, അല്ലെ? ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ ഞാൻ കൂടെ ഇരിക്കും. ആ വാക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗോ ടു ദ എൻഡ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പുറപ്പെട്ട് പോ എന്ന് പറഞ്ഞ, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ ആ വാക്ക് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രൈസ്, ഇറങ്ങി നിങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയാൽ യു വിൽ സീ ദ ഹാൻഡ് ഓഫ് ഗോഡ്. കർത്താവിന്റെ കരം നിങ്ങൾ കാണും. യു വിൽ സീ ദ വേസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വഴികൾ നിങ്ങൾ കാണാൻ തുടങ്ങും. യു വിൽ സീ ദ ഫേവർ ഓഫ് ഗോഡ്. കർത്താവിന്റെ ഫേവർ അതിന്റെ അകത്ത് ഇറങ്ങുന്നത് കാണും. യു വിൽ സീ ഡോർസ് ഓപ്പണിംഗ്. വാതിലുകൾ
നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് കാണും. യു വിൽ സീ ഡിവൈൻ കണക്ഷൻ. കർത്താവ് ചില വ്യക്തികളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് കാണും. നോക്കെ അതൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചോ, മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോ, നമുക്ക് അഭിഷേകത്തിൽ നിറയാൻ പറ്റും. നമുക്ക് കൂടുതൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരമാണ് പ്രാർത്ഥന. പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ചു, എല്ലാം കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഗോ ഔട്ട്, സ്റ്റാർട്ട് വെഞ്ചറിങ്. അതിന്റെ ആ പ്രാർത്ഥിച്ചത് കാണാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാവോ? നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എന്റെ കർത്താവ് 10 സ്റ്റെപ്പ് വെക്കും. യാക്കോബിന് നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: അങ്ങനെ വിശ്വാസവും പ്രവർത്തികൾ ഇല്ലാത്തവയായാൽ സ്വതവേ നിർജീവമാകുന്നു. നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, നമുക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്, എന്നാൽ നോക്ക്, പ്രവൃത്തിയില്ലാത്ത, അതായത് സ്റ്റെപ്പുകളില്ലാത്ത, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് പോരാ, ആ സ്റ്റെപ്പുകളില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് ദൈവവചനം പറയുകയാണ്. അങ്ങനെയുള്ള വിശ്വാസം എന്ത് ചെയ്യാണ്? നിർജീവമാണ്, അത് അൺഫ്രൂട്ട്ഫുൾ ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും ഫലം പുറപ്പെടത്തില്ല. നിങ്ങൾ ചിലതൊക്കെ കാണാൻ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ? നിങ്ങളുടെ കയ്യിൽ ശൂന്യമായിരിക്കും, പോക്കറ്റിൽ ഒന്നുമില്ല. നിങ്ങൾ 1 രൂപയാണോ? 1 രൂപ എടുത്ത് കയ്യിൽ പിടിച്ചേ. അതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. 1 രൂപ എടുത്ത് കയ്യിൽ പിടിച്ചേ. കർത്താവേ, എന്റെ കയ്യിൽ 1 രൂപയുണ്ട്. ആ 1 രൂപ ഒന്ന് കയ്യിൽ ഉയർത്തി കർത്താവിനെ ഒന്ന് കാണിച്ചതേ, സീ ദിസ് കോയിൻ, എന്റെ കയ്യിൽ ഇതുണ്ട്, ഞാൻ ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇന്ന ചെയ്യാൻ നിങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാനാണോ ആഗ്രഹിക്കുന്നത്? ഗോഡ്, അതിനുവേണ്ടി കടമുറികളൊക്കെ ഒന്ന് നോക്കിക്കേ. ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണോ? ഒരു ബിസിനസ് ആലോചന നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ടോ? ഗോഡ്, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നല്ല നോക്കുന്നേ. കയ്യിലുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് വലിയൊരു കർത്താവുണ്ട്. മൈ ഗോഡ് ഇസ് ബിഗ്. എന്റെ കർത്താവ് വലിയവനാണ്. എനിക്ക് വലിയൊരു കർത്താവുണ്ട്. ആ കർത്താവ് സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമാണ്. ആൻഡ് ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ ഹാവ് ഓൾ ഇൻഹെറിറ്റൻസ്. നോക്ക്, ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. അവൻ എന്നെ ദത്തെടുത്തിരിക്കുകയാണ്. ആ ഉറപ്പും വിശ്വാസത്തോടെ ഒന്ന് ഇറങ്ങിത്തിരിച്ചേ നിങ്ങൾ ദൈവത്തിന്റെ വഴികൾ അന്നേരം കാണും. കർത്താവ് അന്നേരം പ്രിപ്പയർ, വാട്ട് ഗോഡ്, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന, വാട്ട് ഗോഡ് ഹാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ യു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞതാണ്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിരൂപിക്കാൻ സാധിക്കത്തില്ല. ഓൾറെഡി എന്ത് ചെയ്തതാണ്? ഒരുക്കി കഴിഞ്ഞതാണ്. ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ പറയുകയാണ്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാഞ്ഞവയാൽ സ്വയമേ നിർജീവമാകുന്നു. അതിന് മുമ്പിലത്തെ ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരും ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? എന്നിട്ട് പറയാണ്, അങ്ങനെ വിശ്വാസവും. നോക്ക്, നമ്മൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരാൾ ഭാരത്തോടെ ഇരിക്കുന്നു, ഒരാൾ നിരാശയോടെ ഇരിക്കുന്നു, ഒന്നുമില്ല, സാരമില്ല, ധൈര്യമായിട്ട് ഇരിക്കുക എന്നല്ല. പ്ലീസ് നോക്ക്, അഹോവൃത്തിക്ക് വകയില്ല. ഒരാൾ ഭക്ഷണത്തിൽ വിശന്നിരിക്കുകയാണ്, ആ വ്യക്തിക്ക് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചൊന്ന് കൊടുത്തേ, എന്നിട്ട് തോളിലൊന്ന് തട്ടിക്കേ. പ്രവൃത്തിയില്ലാത്ത അത് ഇവിടെ പറയാണ്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാതെ വന്നാൽ നമ്മൾ ചുമ്മാ തട്ടിയിട്ട് എല്ലാം ശരിയായിക്കോളും, ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറയാനല്ല, അവിടെ പ്രവർത്തിക്കാൻ, അല്ലേ? അങ്ങനെയാണ് പ്രവൃത്തികളില്ലാത്ത വിശ്വാസം. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണം. ഇറങ്ങി ഒന്ന് പുറപ്പെട്ട് നോക്കിക്കേ, നിങ്ങൾ കാണും കർത്താവിന്റെ വഴികൾ. പ്രോബ്സ് സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം പറയുകയാണ്, ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. ഉത്സാഹമാണോ? ഭയങ്കരമായൊരു തീ അകത്ത് കത്തുകയാണോ?
ഭയങ്കര ഒരു ദാഹമകത്തുണ്ടോ? ഇന്ന് ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ, ഒരു ദാഹമകത്തുണ്ടോ? ഇവിടെ പറയുകയാണ്, ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയവനിലേക്ക് പോകേണ്ട വരും. കർത്താവ് ഒരിക്കൽ, ഗോഡ് ഡസൻ ബ്ലസ് ലേസിനെസ്, കേട്ടോ. മടിയന്മാരെ എൻ്റെ കർത്താവിന് ഒരിക്കലും അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ല. മടി പിടിച്ചിരുന്നാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാവൂ, പക്ഷെ അങ്ങോട്ട് ഒന്ന് ഇറങ്ങിത്തിരിച്ചേ, ഒന്നും കാണുന്നില്ലായിരിക്കും, കൈവിട്ടായിരിക്കും നിൽക്കും, ഒന്നും കാണുന്നില്ലായിരിക്കും. ഒന്നേലും പിടിക്കാൻ നമ്മൾ എവിടെയെങ്കിലും വീഴാൻ പോകുമ്പോൾ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞു, ഒരു പിടിവള്ളി ഇല്ലാതെ നിൽക്കുകയായിരിക്കും. പക്ഷെ അങ്ങോട്ടൊന്ന് ഇറങ്ങിത്തിരിഞ്ഞ് പിടിവള്ളി വരുന്നത് കാണാം, വഴികൾ വരുന്നത് കാണാം, അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ച്. കർത്താവിന് ഒരിക്കലും ലേസി ആയിട്ടുള്ള പീപ്പിളിനെ അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ല. നോക്ക്, കർത്താവ് ആ വലിയ പുരുഷാരം കർത്താവിന്റെ അടുത്ത് കൂടിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പീൻ. അവര് ചോദിക്കുക, ഈ 200 വെച്ച് നമ്മൾ എന്ത് കൊടുക്കും? ഉടനെ ഒരാൾ പറയും, ഒരു 5 അപ്പവും 2 മീനും ഒരാളുടെ കയ്യിലുണ്ട്. നോക്ക്, കർത്താവ് പറയാ, അതിങ്ങ് കൊണ്ടുപോവാ. ഗോഡ് ഡിഡ്ന്റ് ബ്ലസ് നത്തിങ്. ഒന്നും ഇല്ലാത്തതിനെ അല്ല ദൈവം അനുഗ്രഹിച്ച്, ഉള്ളതിനെ അനുഗ്രഹിച്ച്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിനെ അനുഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 1:3 പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒക്കെയും സാധിക്കും. അപ്പൊ എന്തെങ്കിലും ആക്ട് ചെയ്യുന്ന ആ കാര്യത്തെ ആണ് കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കുന്നത്. കർത്താവിന് എന്നാ ശൂന്യതയിൽ നിന്ന് പ്രവർത്തിക്കാൻ മേലെ 5 അപ്പവും 2 മീനും കർത്താവ് വേണം. അതിനെയാ കർത്താവ് അനുഗ്രഹിക്കുന്നത്. 5 അപ്പവും 2 മീനും കർത്താവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഇതേ എല്ലാം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി, അല്ലേ? പ്രൈസ്, കർത്താവിന് എല്ലാം ശൂന്യതയെന്ന് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രൈസ്, എന്റെ വിശ്വാസം, എന്റെ ആക്ഷൻ, എന്റെ സ്റ്റെപ്പിംഗ് ഔട്ട്, അത് കാണാൻ കർത്താവ് നോക്കിയിരിക്കുകയാണ്. സ്വർഗം മുഴുവൻ നോക്കിയേ, അവന് വിശ്വാസമുണ്ട്. അവൻ ഇറങ്ങി തിരിച്ചത് കണ്ടോ? അവനൊരു കാര്യത്തിന് വേണ്ടി നോക്കിയോ, ഒരു സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുന്ന കണ്ടോ? അവന് ഭയങ്കരമായ വിശ്വാസമുണ്ട്. അത് കാണാൻ കർത്താവ്, അതിനെ പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കും. നിങ്ങളുടെ വിശ്വാസമൊക്കെ ഒന്ന് പുറത്തെടുത്തേ ആൻഡ് സ്റ്റെപ്പ് ഔട്ട്. ഈ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ കർത്താവിന്റെ, എനിക്ക് ഈ കസേരയെന്ന് ഇപ്പം എഴുന്നേക്കാൻ, ഈ കസേരയെന്ന് ഇപ്പൊ എഴുന്നേക്കാൻ എനിക്ക് കർത്താവിന്റെ സഹായം വേണം. അങ്ങ് എഴുന്നേറ്റാൽ മതിയല്ലേ? ഇതിനു വേണ്ടി കർത്താവ്, പക്ഷെ എനിക്ക് ചെയ്യാൻ മേലാത്തത് ചെയ്യാൻ, ഇവിടുന്ന് 1ാം നില വരെ ചാടാൻ, 1ാം നിലയിലോട്ട് ചാടി കയറാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ സാധിക്കത്തില്ല. ചെയ്യാൻ സാധിക്കാത്ത കാര്യത്തിനാണ് എനിക്ക് കർത്താവിന്റെ സഹായം വേണ്ടത്. പ്ലീസ്, അപ്പൊ തന്നെ കസേരയിൽ എഴുന്നേക്കാനുള്ള ബലവും കർത്താവാ തന്നിരിക്കുന്നത്, കേട്ടോ. ശരീരത്തെ ബലപ്പെടുത്തിയതും കർത്താവാണ്. ഞാൻ അവിടെ കർത്താവിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം, എവറിത്തിങ് പുട്ട് ടുഗദർ, പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം പ്രൈസ്, നോക്ക്, നിങ്ങൾക്ക് അസാധ്യമായിരിക്കും, എന്നാൽ എന്റെ ദൈവത്തിന് സാധ്യമാണ്. അസാധ്യങ്ങളെ എന്റെ കർത്താവിന് സാധ്യമാക്കാൻ പറ്റും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്റെ കർത്താവിന്റെ കരം എനിക്ക് ഉണ്ടെങ്കിൽ, കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ മുമ്പിൽ ഇംപോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കില്ല. നോക്ക്, ഏത് വിഷയത്തിനും ഞാൻ മറികടക്കുന്ന വ്യക്തിയായിരിക്കും. അവിടെ ഞാൻ ഓവർകമ്മർ ആയിരിക്കും. സോ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഗോഡ് ഇറങ്ങി എന്ത് ചെയ്യണം, പുറപ്പെടണം. ഈ 2 കാര്യങ്ങൾ, ഒന്ന് പ്രയർ വിത്തൗട്ട് പ്ലാനിങ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പ്രാർത്ഥന മാത്രമുണ്ട്. ആൻഡ് പ്ലാനിങ് വിത്തൗട്ട് പ്രയർ, ഇത് 2ഉം വർക്കൗട്ട് ആകത്തില്ല. പ്രയർ വിത്തൗട്ട് പ്ലാനിങ് വിൽ നോട്ട് വർക്ക്, ആൻഡ് പ്ലാനിങ് വിത്തൗട്ട് പ്രയർ വിൽ നോട്ട് വർക്ക്. 2ഉം ഒന്നിച്ച് പുട്ട് ഇറ്റ് ടുഗദർ, അതിനെ 2ഉം ഒന്നിച്ചൊന്ന് കൊണ്ടുവന്നേ. ആ പ്രാർത്ഥനയും ആ സ്റ്റെപ്പിംഗ് ഔട്ടും ആ പ്ലാനിങ്ങും, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ചില പ്ലാൻ ഉണ്ടോ, അത് കർത്താവിന്റെ ഷെയർ ഇറ്റ് വിത്ത് ഹിം, ഷെയർ ഇറ്റ് വിത്ത് പാപ്പ. കർത്താവുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്ത്, കർത്താവ് എന്റെ മനസ്സിന്റെ ആഗ്രഹമാണ്. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എന്റെ ആവശ്യം അറിയത്തില്ലേ? ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ ഇന്നതാ ചോദിക്കാൻ വരുന്നതെന്ന് കർത്താവിന് അറിയാം, എല്ലാം അറിയാം. ഇത് ഒരു സ്കാനിങ് മെഷീനിൽ കിടക്കുന്നത് പോലെയാണ് എന്റെ ഹൃദയം കർത്താവിന്റെ കൈകളിൽ കിടക്കുന്നത്. സോ കർത്താവിന് എല്ലാം അറിയാം. എന്നെ നിങ്ങളെയും കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ ആഗ്രഹിക്കണം. മോശയെ അയക്കുമ്പോൾ, മോശയെ ഫറവോന്റെ അടുത്ത് അയക്കുമ്പോൾ, പ്ലീസ് നീ പോയി അങ്ങോട്ട് പറഞ്ഞാൽ മതി, എന്റെ ജനത്തെ വിട്ടുതരാൻ പറഞ്ഞാൽ മതി. വിട്ടുകൊടുത്തോ? നോക്കിയോ, മോശ ചോദിച്ചു, ഞാനോ ഫറവോന്റെ അടുത്തോ പോയി പറഞ്ഞ? നീ അങ്ങോട്ട് ചെല്ല്, നീ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞേ. വിട്ടുകൊടുക്കേണ്ട വന്നോ? വിട്ടുകൊടുത്തു, അല്ലേ? പോയ വഴിക്കും വിഷയമുണ്ടായി. വിഷയങ്ങളില്ലാത്ത ലോകമല്ലിത്. വിഷയങ്ങൾ കണ്ടേക്കാം, പക്ഷെ അതിന്റെ അകത്ത്
പോക്കുവഴികൾ കർത്താവിന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയത്തോടു കൂടെ കർത്താവ് ചില അതിൻ്റെ അകത്ത്, വിഷയത്തിൻ്റെ അകത്താ വഴി. രോഗമാണോ? ഹീലിംഗ് ഉണ്ട്. രോഗമാണോ? സൗഖ്യം ഉണ്ടെന്നേ. ഒരു വിഷയമാണോ? അതിന് ഡെലിവറൻസ് ഉണ്ട്. എന്ത് വിഷയമാണേലും അതിന് വഴിയുണ്ട്. ഗോഡ് ഹാസ് വേസ്, മെനി വേസ്. ഒരു വഴിയല്ല, 100,000 വഴികൾ എന്ന് കർത്താവിനുണ്ട്. അവനൊരു വാതിൽ ഒന്ന് തുറന്നാൽ ഒരു മനുഷ്യനും അത് അടയ്ക്കാൻ സാധിക്കത്തില്ല. നോ മാൻ ക്യാൻ ക്ലോസ് ഇറ്റ്. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ചിലരൊക്കെ വഴി അടയ്ക്കുമായിരിക്കും. തോന്നല, അടഞ്ഞെന്ന് തോന്നലാണ്. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നോക്കിയാൽ 100 വഴികൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കാണും. ദൈവമക്കളോട് ഞാൻ പറയാം, ഒന്നും ഭാരപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യരുത്. ഗോ. നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് എപ്പോഴും ഫുൾ ഇങ്ങനെ ചാർജ് ചെയ്തല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചാർജ് ചെയ്താൽ ആ ചാർജറിൽ നിന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്യും അല്ലേ? എന്നിട്ട് ഒന്നി പോക്കറ്റ് ഇടും, അല്ലെങ്കിൽ കൈ പിടിക്കും. അതായിട്ട് യു വിൽ ഗോ ഔട്ട്. എന്നാ അതിനകത്ത് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് രാവിലത്തെ ഞാൻ ഗോൾഡൻ മിനിറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഗോൾഡൻ മിനിറ്റ് പ്രെയർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇറങ്ങുമ്പം ആ ചാർജ് എന്തുണ്ട്? നിപ്പുണ്ട്, അകത്ത് നിപ്പുണ്ട്. ആ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. ആ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. നിങ്ങൾ എവിടെ കടന്നു പോകുന്നു, ദാറ്റ് വിൽ ബ്രേക്ക് എവരി യോക്ക്. എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിക്കും. നിന്നെ കാണുമ്പം തന്നെ, ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ ഉപ്പാണ്. നിന്നെ കാണുമ്പം തന്നെ എനിക്കറിയാം പാതാള ഗോപുരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. സോ ഗോ ഔട്ട്. പ്രവൃത്തിയില്ലാത്ത, ഇറങ്ങിത്തിരിക്കാത്ത. ബ്രദറെ, പടിഞ്ഞാറൻ മേഖലയിൽ ഭയങ്കര ഉണർവ് വരട്ടെ. മേക്ക് ദ റിവൈവൽ ഹാപ്പൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പോരാ. പ്രയർ വിത്തൗട്ട് പ്ലാനിങ് ആൻഡ് പ്ലാനിങ് വിത്തൗട്ട് പ്രയർ, ബോത്ത് ഡോണ്ട് വർക്ക്. അത് രണ്ടും വർക്ക് ചെയ്യത്തില്ല. ആ മോശെ അയച്ച് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് ആ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പം എല്ലാവരും കുറ്റം പറഞ്ഞു. ഇനി വഴിയില്ല, തീർന്നു. എവരി വേ ഈസ് ക്ലോസ്ഡ്. നോക്കെ, എക്സോഡസ് 14 നമ്മൾ കാണുന്നത്. എക്സോഡസ് 14 15 വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഞാനല്ലേ നിന്നെ അയച്ചേ? നിന്നെ ജനത്തെ കൊണ്ടുവരാനല്ലേ, പുറപ്പെടുവിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാനല്ലേ ഞാൻ നിന്നെ അയച്ചേ? ഓൾറെഡി നിന്നെ അസൈൻ ചെയ്തതല്ലേ? പിന്നെ നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നേ? ദൈവം ചോദിക്കുക, മോശ നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ച് ഞാൻ വിട്ടതല്ലേ? പിന്നെ എന്തിനാ നീ കിടന്ന് ഈ ചെങ്കടലിന് മുമ്പിൽ വന്ന് കരയുന്നേ? നിന്റെ കയ്യിൽ എന്നാ ഇരിക്കുന്നത്? നോക്ക്, അവിടെ പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നിന്റെ വടിയെടുത്ത് കൈ കടലിന്മേൽ നീട്ടി അതിനെ എന്ത് ചെയ്യുക? വിഭാവിക്കുക. മുമ്പോട്ട് പോകും. ഗോ ഫോർവേഡ്. ദിസ് ഇസ് ഫോർ സംവൺ. ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ ഇത് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. ഗോ ഫോർവേഡ്. നിങ്ങൾ പുറകോട്ട് നിൽക്കാതെ, മുമ്പിൽ ചില അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാതെ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കാതെ. ആ മെഡിക്കൽ റിപ്പോർട്ട് എന്തായി ഒന്നും ആകത്തില്ല. അതിന്റെ അകത്താണ് സൗഖ്യം. എഴുതി തള്ളിയായിരിക്കും, ഇനി മണിക്കൂറുകളെ ഉള്ളെന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ എന്റെ കർത്താവ് തള്ളിയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യേശു തള്ളിയിട്ടില്ല. യേശു കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൈവിടത്തില്ലെന്ന്. സോ ഡു നോട്ട് ഫിയർ, ഗോ ഫോർവേഡ്. അങ്ങോട്ട് മുമ്പോട്ട് ഒന്ന് പൊയ്ക്കേ. യു വിൽ സീ ദ വേസ് ഓഫ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. വെൻ യു ഗീവ് ഗോഡ് ദ ഫസ്റ്റ് മിനിറ്റ് ഓഫ് ദ ഡേ, ഒന്ന്, പ്രൈസസ് ഷുഡ് റൈസ്. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ സ്തുതി, സ്തോത്രം, നന്ദി അത് ഉയരണം. രണ്ടാമത്, യു ഷുഡ് സ്പീക്ക് വാട്ട് യു വാണ്ട് ടു സീ. അത് മാത്രം പോരാ, യു ഹാവ് ടു വെഞ്ചർ ഔട്ട്. എന്ത് കാണാൻ ആഗ്രഹിക്കണോ അതിലോട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ നിങ്ങളൊന്ന് നോക്കിക്കേ, യു വിൽ സീ ദ മൈറ്റി വേസ് ഓഫ് ഗോഡ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കയ്യിൽ എനിക്ക് അതിനുള്ള കൃപ. എൻ്റെ കഴിവുകൊണ്ട് നടക്കത്തില്ല. ദൈവജനം പറയുകയാണ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞാൻ എൻ്റെ ആത്മാവിനാൽ ചെയ്തെടുക്കും. ഹിസ് സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. അതിൻ്റെ അകത്ത് ദൈവാത്മാവിൻ്റെ സഹായം നിങ്ങളുടെ മേലുണ്ട്. ആ സഹായത്തിലോട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഹെൽപ്പ് മീ ഔട്ട്.
എന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കർത്താവെ പുറത്തെടുക്കണം. ഇന്നലെ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് വീണ്ടും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ഒരു സഹോദരൻ ക്യാൻസറായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണ്, ICUവിലാണ്. ഇന്നലെ രാത്രിയിൽ വെന്റിലേറ്ററിലാക്കി. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് തള്ളിയിട്ടില്ല. അതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ഒരു സഹോദരൻ. ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ തിരിച്ച് വന്നത്, അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്. സോ പ്രേ പ്രാർത്ഥന ശക്തിയുണ്ട്. നീ കൈവച്ചേ, നീ വിശ്വസിച്ചേ, പ്രാർത്ഥിച്ചേ. നമ്മൾ ഒന്നിച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് പ്രഭാതത്തിൽ ആ കേട്ട വചനത്തിൻ്റെ മുമ്പിലൊക്കെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള കൃപ തരണം, എനിക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ കൃപ തരണം കർത്താവെ, അതിനായിട്ട് എന്നെ സഹായിക്കണം. ഇറങ്ങി ഒന്ന് പുറപ്പെടേ. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പം കർത്താവിൻ്റെ കൈ അവിടെ വരും. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു മൈ ഫാദർ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തെരഞ്ഞെടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്തവരല്ല, ഞങ്ങളെല്ലാം ഉള്ളവരാണ്. വി ഹാവ് എവറിത്തിങ്. ഞങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ പേര് പൗലോസ് പറയുന്ന ഈ അത്യന്ത ധനം മൺകൂടാരങ്ങളിൽ വസിക്കാൻ, ആ ദൈവത്തിൻ്റെ നിക്ഷേപം, ആ ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസ്, അത് മുഴുവൻ എൻ്റെ അകത്താണ് വസിക്കുന്നത്. ഗോഡ് ഹാസ് ഇൻവെസ്റ്റഡ് എവറിത്തിങ് ഇൻ മീ. റോമൻസ് 8 പറയുന്ന പോലെ, സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായിട്ട് തരാതിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കരം തൊടുന്നതിനായി സ്തോത്രം. കർത്താവെ നീ കരം വെക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ കൈവച്ച് രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണം. എല്ലാ ബന്ധനങ്ങളും, അവരെ കടന്നു പോകുന്ന ഏത് വെല്ലുവിളിയാണേലും അതിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണമേ. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണം. കർത്താവെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന വിജയപ്രകടനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഒരു ഹീലിംഗ് നിന്റെ മകൻ്റെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ലിവറിൻ്റെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ പേരെടുത്ത് ഞാൻ വിളിക്കുകയാണ്. ലിവർ ക്യാൻസറിനെ പേരെടുത്ത് വിളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഐ ബൈൻഡ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ ബന്ധിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമാകട്ടെ. ഒന്നും ചെയ്യാനില്ലെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മഹത്വം അവിടെ ഇറങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ. ലെറ്റ് ഹിം കം ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ. യേശുവിൻ്റെ നാമത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ വരട്ടെ, സൗഖ്യമാകട്ടെ. ആ ബ്ലീഡിംഗ് എല്ലാം നിൽക്കട്ടെ, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. ക്യാൻസറായിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ദൈവാത്മാവ് പറയുകയാണ്, ആരോ ക്യാൻസറിനെ ഭയപ്പെട്ടിരിക്കുന്ന, ക്യാൻസറാണോ എന്ന് ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഈ ഉദര സംബന്ധമായി ചില പ്രയാസങ്ങൾ നേരിട്ട് ക്യാൻസറാണോ എന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റിൽ ഒരു ലംബായിട്ട് ഇത് വല്ല കുഴപ്പമാവുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സഹോദരി യേശുവിൻ നാമത്തിൽ ഹീൽഡ് ആകട്ടെ. ആ ലംബ പൊഴിഞ്ഞു പോകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. സാമ്പത്തികമായ നന്മകൾ ഉണ്ടാകട്ടെ, ഭൗതികമായ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. മക്കളുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെല്ലാം ബ്ലെസ്ഡ് ആകട്ടെ യേശുവിൻ നാമത്തിൽ. കൃപ പകരണമേ. അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ വെഞ്ചർ ഇൻടു വാട്ട് യു വാണ്ട് ടു സീ. ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടണം. എന്ത് കാണാൻ ആഗ്രഹിക്കുക അതിലോട്ട് നിങ്ങൾ സ്റ്റെപ്പ് വെക്കണം. ആൻഡ് യൂട്ടിലൈസ് ദ ഗോൾഡൻ മിനിറ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉണർന്നെഴുന്നേൽക്കുന്ന ആ സമയം യൂട്ടിലൈസ് ഇറ്റ്. അതിനെ ഏറ്റവും നല്ലവണ്ണം ഒന്ന് ഉപയോഗിച്ച്, ആൻഡ് ദാറ്റ് വിൽ ബി the most blessing. ആ ദിവസം മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റും. സോ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ.
God bless you. God bless you. Have a wonderful day. And we love you in Jesus' name. God bless you. And hold on to eternity. കേട്ടോ, നീ ഈ ലോകത്തിൽ നിൽക്കുമ്പം നിത്യത മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. നോക്ക്, വി ആർ ഏലിയൻസ്. വി വർ ഇൻ ഇറ്റേണിറ്റി, വി ആർ നൗ ഇൻ ടൈം സോൺ, വി ആർ ഗോയിങ് ബാക്ക്. നമ്മള് കർത്താവിന്റെ സന്നിധിയിലോട്ട് നമ്മുടെ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാകുന്ന ആ ദിവസം ഇവിടുന്ന് പോകും. അവിടെ എനിക്ക് വേണ്ടി ഭവനം ഒരുക്കി, വീടുകൾ ഒരുക്കി. ഹി ഹാസ് പ്രിപ്പയർഡ് മാൻഷൻസ് ഫോർ us. വീടുകൾ ഒരുക്കി എന്റെ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. സോ ഹോൾഡ് ഓൺ ടു ഇറ്റേണിറ്റി. നമുക്കത് നഷ്ടപ്പെടുന്ന ഒന്നും ഈ ലോകത്തിൽ എന്നെ ആകർഷിക്കുന്ന പലതുമുണ്ട്. സോ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ആ കർത്താവിന്റെ മുഖം മാത്രം നോക്കി കൃപ തരും കേട്ടോ. അങ്ങനെ നോക്കി ഓടിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ. ഗോഡ് ബ്ലെസ് യു.